എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23-ാം തീയതിയാണ്. നേരത്തെ ടോക്കൺ ഫീ അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ടാണ്, ദാറ്റ് മീൻസ് ഇതുവരെ ഒരു കോളേജ് കിട്ടിയില്ല, 6th അലോട്ട്മെൻറ്റിനാണ് ആദ്യമായിട്ട് ഒരു കോളേജ് കിട്ടിയിരുന്നെങ്കിൽ അവർ ടോക്കൺ ഫീ അടയ്ക്കണം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 24-ാം തീയതിയാണ്. സോ നേരത്തെ അലോട്ട്മെൻറ്റിന് വേറൊരു കോളേജാണ് കിട്ടിയത്, ഈ അലോട്ട്മെൻറ്റിന് പുതിയൊരു കോളേജ് കിട്ടി. അങ്ങനെയുള്ളവരും സെപ്റ്റംബർ 24-ാം തീയതിക്കുള്ളിൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആപ്ലിക്കേഷനിൽ നിന്ന് പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോയും പിന്നെ ഡോക്യുമെൻറ്റ്സും കൊണ്ടാണ് പോകേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 6ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അതിൽ ജോയിൻ ചെയ്യാത്തവർക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. എല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇതെന്ന്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുക. ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റ്സ് ഇനിയും ഉണ്ടെങ്കിൽ അത് ഫില്ല് ആവുന്നത് വരെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ്സ് നടക്കും. ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ പുതിയതായിട്ട് ഒന്നേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സീറ്റ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ വരുമ്പോൾ അതിൽ വെച്ച് കൊടുത്ത് നെക്സ്റ്റ് വേറെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെ അടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പോൾ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് അലോട്ടഡായി, 6th അലോട്ട്മെൻറ്റ് ഒന്നും വന്നില്ലെങ്കിൽ 4th കിട്ടിയ സീറ്റ് പോകുമെന്ന്. 6th അലോട്ട്മെൻറ്റ് വന്നില്ലെങ്കിൽ, അതായത് 6th അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ 4th കിട്ടിയ സീറ്റൊന്നും നിങ്ങൾക്ക് പോകത്തില്ല, അത് അവിടെ തന്നെ കാണും. അപ്പോൾ അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര സീറ്റ്സാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ഇത് നേരത്തെ ലിസ്റ്റാണ്, ഇത് അപ്ഡേറ്റ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വേക്കൻ്റ് സീറ്റ്സ് അതിലൂടെ അറിയാൻ പറ്റും. അങ്ങനെ അടുത്ത അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയും അടുത്ത അലോട്ട്മെൻറ്റ്സിൽ അത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൽ റെഡ് കളറിൽ ക്രോസ് ചെയ്തിരിക്കുന്നതാണ് വേക്കൻ്റ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഗ്രീൻ കളർ ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം, അത് ഫിൽ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.